ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, പ്രോസിക്യൂഷന്റെ പ്രതികരണം വന്നോ? ശ്യാമ, നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോടതി നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷ വിധിക്കൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ പ്രതികരണം ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗം വക്കീലിന്റെയും എല്ലാവരുടെയും പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെ സജിതയുടെ കുടുംബാംഗങ്ങളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കും. ഇപ്പോഴും കോടതി നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു ചെന്താമരയ്ക്ക്. നേരത്തെ വധശിക്ഷ തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇത് എന്നായിരുന്നു നേരത്തെ പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കേസല്ല എന്നാണ് നിലവിൽ ശിക്ഷ വിധിച്ച ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 31 നടന്ന സജിത കൊലപാതക കേസിലുള്ള ശിക്ഷാവിധിയാണ് അല്പസമയം മുൻപ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള മറ്റ് 2 കൊലപാതകങ്ങൾ കൂടിയുണ്ട്. അതായത് സജിതയുടെ ഭർത്താവ് സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം. ആ കേസ് നിലവിൽ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ സജിതയുടെ കൊലപാതക കേസ് മാത്രമാണ് പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൊലപാതകം തന്നെയാണ്, കൃത്യമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിക്കുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം മുൻപ് ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷാവിധി നടപ്പാക്കി ഇരട്ട ജീവപര്യന്തം ആണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സജിതയ്ക്ക് അനുകൂലമായ, അവരുടെ ബന്ധുക്കൾക്ക് അനുകൂലമായ ഒരു ശിക്ഷാവിധി തന്നെയാണ് ഉള്ളത്. എന്തായാലും അവർ ആവശ്യപ്പെട്ടിരുന്നത് വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊന്നും വേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു സജിതയുടെ കുടുംബം സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇരട്ട ജീവപര്യന്തമാണ്. അതായത് മരണം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൊലപാതകം 302 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിക്രമിച്ചു കടക്കൽ 449 വകുപ്പ് പ്രകാരം. ഇങ്ങനെ ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, ഇതിന് 5 വർഷം കൂടി അധിക തടവ് കൂടി അനുഭവിക്കേണ്ടി വരും. ഇത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളിലുള്ള ശിക്ഷാവിധിയാണ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ, ഈ 3 കാര്യങ്ങളിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരട്ട ജീവപര്യന്തവും അതുകൂടാതെ 5 വർഷം അധിക തടവും അനുഭവിക്കണം എന്നുകൂടി കോടതി വിധിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഇരട്ട ജീവപര്യന്തത്തിൽ ഈ 5 വർഷം കൂടി ഉൾപ്പെടും. അങ്ങനെയാണ് നിലവിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി മറ്റു 2 കൊലപാതകങ്ങളിൽ കൂടി ഉള്ള ഒരു ശിക്ഷാവിധി കൂടി വരാനുണ്ട്. അതായത് 2025 ജനുവരിയിൽ നടന്ന സുധാകരൻ കൊലപാതക കേസിലും അതോടൊപ്പം തന്നെ സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ കേസിലുള്ള ശിക്ഷാവിധി കൂടി വരാനുണ്ട്. നിലവിൽ സജിതയുടെ കൊലപാതക കേസിലാണ് ഈ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 2019 ഓഗസ്റ്റ് 31 കേരളം ഏറെ ഞെട്ടലോടെ കേട്ട ആ ഒരു കൊലപാതകം നടന്നത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സജിതയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു ചെന്താമര ചെയ്തത്. അന്ധവിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. ചെന്താമരയുടെ കുടുംബം, അതായത് ഭാര്യയും മക്കളും അടക്കം പിണങ്ങി പോയിരുന്നു, വീട്ടിൽ നിന്നും പോയിരുന്നു. ഇതിന് പിന്നിൽ സജിതയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത്. സജിത ദുർമന്ത്രവാദം ചെയ്തും മന്ത്രവാദം നടത്തിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ കുടുംബാംഗങ്ങൾ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയത് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ചില മന്ത്രവാദികൾ ചെന്താമരയെ വിശ്വസിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമര സജിതയെ വീട്ടിൽ കയറി, വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു സജിത. ആ സമയത്ത് വീടിൻ്റെ പുറകുവശത്തു കൂടി കയറി വീട്ടിൽ വെച്ച് ക്രൂരമായി തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൈവശം ഉണ്ടായിരുന്ന കൊടുവാൾ എടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രൂരമായി തന്നെ വെട്ടിക്കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഈ അടുക്കളയിൽ നിന്നും ചെന്താമര പോയത്. പിന്നീട് തൻ്റെ കൈവശമുണ്ടായിരുന്ന കൊടുവാൾ ഒളിപ്പിച്ചു. അതിനുശേഷം തൻ്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം പിന്നീട് ചെന്താമര ഒരു കാടിനുള്ളിലേക്ക് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് 2 ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് അന്ന് ചെന്താമരയെ പോലീസ് പിടികൂടിയത്. പിന്നീട് ചെന്താമര കുറച്ച് വർഷങ്ങൾ ജയിലിലായിരുന്നു. അതിനുശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര പിന്നീട് സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മക്കൾക്കും ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു, ജീവന് ഭീഷണി അടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്.